ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓണം മേക്കപ്പ് ലുക്ക് ഹറ്റു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് LA ഗേളിൻ്റെ ഒരു പ്രോ ആർട്ട് കൺസീലറാണ്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസിൽ എൻ്റെ മാർക്സ് ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, എൻ്റെ മാർക്സ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൺസീലർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മമ്മ എർത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അപ്പം ഈ മോയ്സ്ചറൈസറിനെ പറ്റി എനിക്ക് ഒരുപാട് പേരെനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലതാണോ എന്നൊക്കെ. അപ്പോൾ ഈ മോയ്സ്ചറൈസർ വന്നിട്ട് ഓയിലി സ്കിന്നിന് ഭയങ്കര അടിപൊളി മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ആക്നീസ് ഉള്ളവർക്കും നല്ലൊരു മോയ്സ്ചറൈസറാണ് മമ്മ എർത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് ഫുള്ളായിട്ട് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം കൺസീലർ എൻ്റെ മാർക്സ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ യൂസ് ചെയ്യുന്നിട്ട് അതിന് ശേഷം ബ്രഷ് യൂസ് ചെയ്ത് എൻ്റെ ഫുൾ ഫേസ് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ ഒരു കോമ്പാക്റ്റ് ആണ്. ഇത് വന്നിട്ട് മെബിലൈൻ്റെ ഒരു സൂപ്പർ ഫ്രഷ് കോമ്പാക്റ്റ് പൗഡറാണ്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കോമ്പാക്റ്റ് ഒന്ന് നന്നായിട്ട് യൂസ് ചെയ്യണം, എങ്കിലേ അതൊന്ന് ഫിക്സ് ആയി കിട്ടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നൈക്കയുടെ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വന്നിട്ട് സ്പൂളിയും ആൻഡ് ഒരു സൈഡ് വന്നിട്ട് പെൻസിലുമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഐബ്രോസ് ഫിൽ ചെയ്യാൻ നേരത്ത് മിഡിൽ പോർഷനിൽ നിന്ന് വേണം ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പൂളി വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ന് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ഞാൻ 3 കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, എൻ്റെ ലിപ്പിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ ഐലിഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് മൂന്നാമത് ഞാൻ ബ്ലഷായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ മുകളിലൊന്ന് ഞാൻ ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് തന്നെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ, കാരണം ഇത് റെഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡാർക്ക് ആക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു പിഗ്മെൻറ്റേഷന് വേണ്ടി മാത്രം നമുക്ക് ആ റെഡ് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ലാക്മിയുടെ ഒരു കാജൽ യൂസ് ചെയ്തിട്ട് എൻ്റെ കണ്ണിൽ ഞാൻ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര കംഫർട്ട് ഇല്ലായിരുന്നു, കാരണം എനിക്ക് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഒട്ടും കംഫർട്ടല്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിലത്തെ ഭാഗത്തും ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്മഡ്ജർ വെച്ചിട്ട് നമ്മൾ ഈ വരച്ചു കൊടുത്തതിനെ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണ് കുറച്ചുകൂടി നമ്മൾ വരച്ചതും കുറച്ച് സ്മഡ്ജായി നല്ല വലുതായിട്ടിരിക്കും. അതിനുശേഷം ഞാനൊരു ലൈനർ യൂസ് ചെയ്തിട്ട് മുകളിൽ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്മഡ്ജ് ആവുന്നത് കൊണ്ട് ഞാൻ ലൈനർ യൂസ് ചെയ്തിട്ട് ഈ കാജൽ എഴുതിയ സ്ഥലത്തും ഞാൻ ലൈനർ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനൊരു മെബിലൈൻ്റെ ഒരു ഹൈപ്പർ വോളിയമിൻ്റെ ഒരു മസ്കാര യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലാഷിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്ന് ബ്ലഷായിട്ടും ഞാൻ വളരെ ലൈറ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, കാരണം നമുക്ക് ഒരുപാട് ഓവറാക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ കുറച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ
ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, സീ യു.